മനുഷ്യനാണല്ലോ നമ്മൾ. മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഗുരുവും നമുക്ക് തന്നെ നമ്മുടെ ശിഷ്യനുമാവാൻ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് വല്ലതും പഠിക്കാം, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം, കണ്ട് മനസ്സിലാക്കാം, കേട്ട് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ട്രെയിനിങ്ങിന് പ്രസക്തി വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സെയിൽസ് ആണ് ഒരാൾക്ക് പഠിക്കേണ്ടതെന്നിരുന്നു. ഞാൻ സെയിൽസ് ആണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ. അതെ. അപ്പോൾ സെയിൽസ് ആണ് ഒരാൾക്ക് പഠിക്കേണ്ടതെങ്കിൽ ആൾക്കൊരു 20 വർഷമോ 30 വർഷമോ നന്നായി സെയിൽസിന് വേണ്ടി തന്നെ ജീവിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സർവീസ് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ, അതിൽ നിന്ന് ഓരോ ദിവസം കിട്ടുന്ന അനുഭവങ്ങളെ എഴുതി തയ്യാറാക്കി അതിൽ എന്ത് ചെയ്തപ്പോഴാണ് തെറ്റ് സംഭവിച്ചത്, എന്ത് ചെയ്തപ്പോഴാണ് ശരി സംഭവിച്ചത്, ഇതിനെ അനലൈസ് ചെയ്ത് ആ വ്യക്തിക്ക് കൃത്യമായി അതിലൂടെ പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാമെങ്കിൽ അവിടെ ഒരു ട്രെയിനറുടെ ആവശ്യമില്ല. ആ വ്യക്തിക്ക് തന്നെ അത് ചെയ്യാം. പിന്നെ ട്രെയിനറുടെ ആവശ്യം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ ചുരുക്കം വർഷമാണല്ലോ ഭൂമിയിലുള്ളത്. അപ്പോൾ ആ ഒരു വർഷത്തിനിടയ്ക്ക് അത്രയും സമയം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മേഖലയിൽ പഠിക്കുന്നതിന് പകരം ആ ഒരു ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയ, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്നും വിസ്ഡം ആർജിച്ച ഒരു ട്രെയിനർക്ക് ഇദ്ദേഹം ഒരു 10 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ 5-6 മാസം കൊണ്ട് പരിശീലിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ടൈം എലിമെൻറ്റ് കുറച്ചെടുക്കാം എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരുടെ പഠന രീതി അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈല് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചാലായിരിക്കും പഠിക്കാൻ തോന്നും. ചില ആളുകൾക്കൊരു ടോർച്ച് അടിച്ചൊരു വെളിച്ചം കിട്ടിയാൽ മതി, അതിനെ ഫോളോ ചെയ്ത് അവർ പോകും. ചില ആളുകൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ഒരു സ്വയംഭൂ എന്ന് പറഞ്ഞ പോലെ സ്വന്തമായിട്ട് തന്നെ അത് പഠിച്ച് ആർജിച്ച് മുൻപോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ഭൂരിപക്ഷം വരുന്ന കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമ്മൾ വളർന്നു വന്നതും നമ്മൾ ഡെവലപ്പ് ചെയ്തതൊക്കെ ഒരു സ്കൂളിംഗ് സംവിധാനത്തിലും കോളേജ് സംവിധാനത്തിലൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻഡ് ആയിരിക്കുന്നത് ഒരാൾ നമ്മളെ പഠിപ്പിക്കുക, ഒരാൾ നമ്മളെ പരിശീലിപ്പിക്കുക, അതിലൂടെ നമ്മൾ മിടുക്കനാവുക എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ കണ്ടീഷൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനറുടെ റോള് വളരെ റെലവൻ്റ് ആണ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, പബ്ലിക് സ്പീക്കിംഗ്, പൊതുവേദി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളെ പബ്ലിക് സ്പീക്കിങ്ങും ട്രെയിനേഴ്സ് ട്രെയിനിങ്ങും ഒക്കെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് പൊതുവേദി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിന് സാധിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒട്ടനവധി ആളുകളെ ഒരു 2 ദിവസത്തെ ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ് വർക്ക്ഷോപ്പിലൂടെ നന്നായി സംസാരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്നെ തന്നെ പലപ്പോഴും അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എത്തരത്തിലാണ് ഇവർ ഈ 2 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായത്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലേ മാറ്റം ഉണ്ടാവുമെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്. ആ കുഞ്ഞു കുഞ്ഞ് മൈനർ കറക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ട്രെയിനർ കേപ്പബിൾ ആയിരിക്കും. അങ്ങനെ കേപ്പബിളായ ഒരു ട്രെയിനർ ആണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ആൾക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയും. അതുകൊണ്ടാണ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഭൂരിപക്ഷം വരുന്ന ജനതയെ സംബന്ധിച്ച് ആവശ്യമായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്.